സമരങ്ങളുടെ ന്യായം അന്യായം എല്ലാം ഉണ്ടാകാം. പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം. വിമർശിക്കുമ്പോൾ അതിൻ്റെ ഭാഷ പ്രധാനപ്പെട്ട ഒന്നാണ്. സമരം ചെയ്യുന്നവരെ അതിൻ്റെ പേരിൽ നമ്മൾ പരിഹാസ്യമായ വാക്കുപയോഗിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ നന്മകളെ പ്രതിഫലിപ്പിക്കുന്നില്ല. ഒപ്പം തന്നെ നമ്മുടെ ഈ സംസ്ഥാനത്താകമാനം ലഹരിയുടെ ഉപയോഗം കാര്യമായി വർദ്ധിച്ചിരിക്കുന്നത്. ലഹരി അതിക്രമങ്ങൾ കൂടുന്നു, കൊലപാതകങ്ങൾ കൂടുന്നു. ഇത് കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയർന്നു വരികയാണ്. ഇന്നലെ ഞാൻ കൃത്യമായിട്ട് കേട്ടു എക്സൈസ് മന്ത്രിയുടെ വാക്കുകൾ. ആ വാക്കുകൾ പ്രതീക്ഷയേകുന്നുണ്ട്. ഗവൺമെൻറ് ലഹരിയുടെ പുറകിൽ ആരായാലും ശരി, അവർക്ക് രാഷ്ട്രീയം ഉണ്ടായാലും രാഷ്ട്രീയത്തിൻ്റെ ബന്ധമുണ്ടായാലും എന്തുണ്ടായാലും ശരി, ലഹരി കേരളത്തിൻ്റെ ശാപമാണ്. ലഹരിക്ക് വേണ്ടി ഒരു പാർട്ടിയും നിൽക്കാൻ പാടില്ല. ലഹരിയുടെ രാഷ്ട്രീയം വിനാശത്തിൻ്റേതാണ്. തലമുറകളെ അത് നശിപ്പിക്കുന്ന കാര്യം എല്ലാവർക്കും ബോധ്യമാണ്. ആ തിരിച്ചറിവ് ആദ്യം ഉണ്ടാകേണ്ടത് രാഷ്ട്രീയത്തിനാണ്. അതുകൊണ്ട് എൻ്റെ ബോധ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയും ലഹരിയുടെ ബന്ധുവാകില്ല എന്നാണ്. ലഹരിയുടെ ബന്ധമായിട്ട് ആര് മാറിയാലും അങ്ങനെ മാറുന്നവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തും.